മഴ പലയിടത്തും തുടരുന്നുണ്ട്. മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കെടുതിയാകുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടുന്നത്, നമുക്കറിയാം, ആ മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നറുകൾ പലതും തീരത്തടിയുന്നുണ്ട് എന്നുള്ളതാണ്. അറബിക്കടലിലാണ് കഴിഞ്ഞ ദിവസം ആ ചരക്ക് കപ്പൽ മുങ്ങിയത്. ഇതിലെ കണ്ടെയ്നറുകൾ പലതും തീരത്തടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കൊല്ലം കരുനാഗപ്പള്ളി ചെറിയഴീക്കലും നീണ്ടകരയിലും ചവറയിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുണ്ട്. മറ്റ് തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിയാനുള്ള സാധ്യതയുണ്ടെന്ന് ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നു. അതുകൊണ്ട് തന്നെ നിരീക്ഷണം തുടരുന്നുണ്ട്. അതേസമയം പ്രദേശത്ത് നിന്ന് കൂടുതൽ കുടുംബങ്ങളെ ഇന്ന് രാവിലെയോടെ ഒഴിപ്പിക്കും. നമുക്ക് മനോജിലേക്ക് പോകാം കൊല്ലത്തെ വിവരങ്ങൾ നൽകുന്നതിനായി. മനോജ്, ഇത് ഈ കടൽ ഭിത്തിയിൽ ഇടിച്ചു നിൽക്കുന്ന രീതിയിലൊരു കണ്ടെയ്നറാണ് ശ്രദ്ധയിൽപ്പെടുന്നത്. അതിനടുത്തേക്ക് പോകരുത് എന്ന് നാട്ടുകാരോട് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ്, ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചോ? പ്രാഥമിക നിഗമനം എന്താണ്? തീർച്ചയായും ഈ ഭാഗത്തേക്ക് എത്തുമെന്നുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിരുന്നു. ജനങ്ങളോടും ഇക്കാര്യം പറഞ്ഞിരുന്നു. ഏതെങ്കിലും തരത്തിലുള്ള കണ്ടെയ്നറുകൾ കാണുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരം നൽകണമെന്ന്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു, അതായത് നീണ്ടകര ഭാഗത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾ, അതായത് 3 കണ്ടെയ്നറുകളുള്ള ഒരു സെറ്റാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇതുപോലെ തന്നെ സമീപ തീരങ്ങളിലും കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളതായാണ്. അതായത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഈ ചെറിയഴീക്കൽ ഭാഗത്തേക്ക് കണ്ടെയ്നർ അടിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഉദ്യോഗസ്ഥർ ആദ്യം എത്തി, പിന്നീട് പരിശോധനയൊക്കെ നടത്തി ഈ കണ്ടെയ്നർ ശൂന്യമാണെന്ന് വിലയിരുത്തുന്നു. എന്നാലും ആ ഭാഗത്തു നിന്നൊക്കെ കുടുംബങ്ങളെ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ നീണ്ടകര ഭാഗത്തേക്ക് അടക്കം ഈ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, കണ്ടെയ്നറുകൾ വരുവാൻ സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ വന്നപ്പോൾ ഈ നാട്ടുകാരെല്ലാം ചേർന്ന് ഉദ്യോഗസ്ഥരെ അറിയിക്കുന്നതായിരുന്നു നമ്മൾ കണ്ടത്. അവരൊക്കെ തന്നെ നമ്മളോട് പ്രതികരിച്ചു, കൃത്യമായിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനിയും കൂടുതൽ കണ്ടെയ്നറുകൾ ഈ കരയിലോട്ട് അടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മദാമ തോപ്പിൽ ഉൾപ്പെടെ 3 കണ്ടെയ്നറുകൾ അടിഞ്ഞതായും വിവരം ലഭിക്കുന്നുണ്ട്. അതായത് ഇതിന് സമീപ തീരങ്ങളിലേക്കാണ് വീണ്ടും കണ്ടെയ്നറുകൾ അടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെയും ഇവിടേക്കൊക്കെ നിയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ കണ്ടെയ്നർ അങ്ങനെ ഒഴുകി നടക്കുകയാണ്. അതായത് ചരക്ക് കപ്പലിൽ നിന്നും കടലിലേക്ക് വീണ കുറേയധികം കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് ഇനിയും എത്തുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. കാരണം ഈ കാറ്റിൻ്റെ ദിശയനുസരിച്ചാണ് കണ്ടെയ്നർ ഒഴുകിയെത്തുന്നത്. മറ്റുള്ള ജില്ലകൾക്കടക്കം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. കൂടുതലായും മറ്റ് ആലപ്പുഴയ്ക്കൊക്കെ നിർദ്ദേശമുണ്ടായിരുന്നു, ആ ഭാഗത്തേക്കൊക്കെ കൂടുതൽ പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം. എന്തായാലും കൊല്ലത്തേക്കാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു കണ്ടെയ്നർ ആദ്യം അടിഞ്ഞത്. പിന്നീട് ഓരോന്നായി അങ്ങനെ തീരത്തേക്ക് അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിരീക്ഷണം ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം ഏത് ഭാഗത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്തുന്നത് എന്നുള്ള നിർദ്ദേശം അതാത് ജില്ലാ ഭരണകൂടങ്ങൾക്ക് നൽകി. അതോടൊപ്പം തന്നെ അവിടേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെയും, അതായത് ഈ കണ്ടെയ്നർ എത്തുന്ന സ്ഥലത്തേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ അടക്കം എത്തിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലും അതോടൊപ്പം തന്നെ കമ്മീഷണർ അടക്കം ഈ ചെറിയഴീക്കലെത്തി അവിടെ പരിശോധന നടത്തി അവിടെയുള്ള കുടുംബങ്ങളെ അവിടെ നിന്നും മാറ്റുന്ന മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ നീണ്ടകര ഭാഗമാണ്. നീണ്ടകര ഭാഗത്തേക്കാണ്, അതായത് രാവിലെ ലഭിച്ച വിവരമാണ് ഇങ്ങോട്ടേക്ക് കണ്ടെയ്നറുകൾ എത്തുന്നു എന്നുള്ളത്. അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇവിടെ നാട്ടുകാരൊക്കെ ചേർന്ന് ഈ കണ്ടെയ്നറുകൾ വരുന്നത് ഇവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇങ്ങോട്ടേക്ക് എത്തിയത്. ഇനിയും പരിശോധന നടത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ കണ്ടെയ്നറുകളൊക്കെ പൊട്ടിയിട്ടുണ്ട് ഓരോ ഭാഗത്തും. കാരണം ഈ തിരയടിച്ച് പാറയിൽ വന്ന് ഇടിച്ചുകൊണ്ട് തന്നെ ഈ കണ്ടെയ്നറുകൾ പൊട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ കണ്ടെത്തിയ ഈ കണ്ടെയ്നറിലും പിൻഭാഗം പൊട്ടിയ നിലയിലായിരുന്നു. എങ്കിലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരടക്കം കൃത്യമായിട്ടുള്ള പരിശോധന നടത്തിയിരുന്നു. എങ്കിലും ഇനിയും ആശങ്ക ഉള്ളത് എന്ന് പറയുന്നത് ഈ കണ്ടെയ്നറുകൾക്കുള്ളിൽ എന്ത് തരത്തിലുള്ള വസ്തുവായിരുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. ഇനി അത് മുഴുവനും കടലിലേക്ക് പോയിട്ടുണ്ടോ എന്നതും ഉദ്യോഗസ്ഥരൊക്കെ തന്നെ, അതുകൊണ്ട് തന്നെ എല്ലാവരോടും ജാഗ്രത പാലിച്ച് മാത്രമേ ഈ തീരങ്ങളിൽ കഴിയാവൂ എന്നുള്ള കാര്യം തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. രാവിലെ ലഭിച്ച വിവരമനുസരിച്ച് കൂടുതൽ പേർ ഇങ്ങോട്ടേക്ക് എത്തി ഈ കണ്ടെയ്നറുകൾക്ക് അടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ചേട്ടാ, രാവിലെ ഇത് വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങോട്ട് എത്തിയാണോ? എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ തന്നെയാണ്. അപ്പോൾ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിരുന്നോ? പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഇതുപോലെ തന്നെ മറ്റുള്ള തീരങ്ങളിലേക്ക് അടിഞ്ഞിട്ടുണ്ടെന്നാണ്? അപ്പുറത്തുണ്ടല്ലേ, അവിടെ അടിച്ചിട്ടുണ്ട്. എന്തായാലും അവിടെയൊക്കെ ഉദ്യോഗസ്ഥർ ഒഴുകി പോകുന്നുണ്ട്. അവിടെ പറഞ്ഞത് കണ്ടോ, ഉള്ളി കണ്ട കൂടുതലും അതായത് ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ, അതായത് നമുക്ക് കൂടുതൽ
കടലിനുള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കാണാമെന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. അതുതന്നെയാണ് അങ്ങനെയുള്ള കണ്ടെയ്നറുകളാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് തീരത്തോട്ട് വന്ന് അടിഞ്ഞിരിക്കുന്നത്. ഇവിടെ താമസിക്കുന്നവരും ആളുകളൊക്കെ നിരവധി പേർ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതായത് ഈ കടലിൻ്റെ തിര ശക്തിയാർജിക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് കണ്ടെയ്നറുകൾ കൂടുതലും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. എന്തായാലും ഈ തിര ഇങ്ങനെ തന്നെ തീർച്ചയായും ഈ തിര ഇങ്ങനെ തന്നെ കൂടുതൽ ശക്തിയായിരുന്നു കഴിഞ്ഞ ദിവസമൊക്കെ. ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് നല്ല ശക്തമായ മഴ കാരണം നല്ല തിരയല്ലേ. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വലിയ കണ്ടെയ്നർ അടിച്ചടിച്ച് കരയിലോട്ടാക്കാമെങ്കിൽ അത്രയും ശക്തിയല്ലേ തിരക്ക്. നല്ല മഴയായിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെ കടൽ കയറാൻ സാധ്യതയുള്ളതാണ്. ഈ ഭാഗത്തെല്ലാം കടൽ കയറി ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കുന്നതാ ഓരോരുത്തരത്തോട്ട്. ഈ കൂടുതലായിട്ടും ഇപ്പോൾ അടുത്ത് അതായത് മദാമത്തോപ്പിൽ ഉൾപ്പെടെ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് കണ്ടെയ്നറുകൾ. അപ്പോൾ ഇങ്ങനെ വിവരം ലഭിച്ചിട്ടുണ്ടോ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന്? ഉണ്ട് ലഭിച്ചിട്ടുണ്ട് ഒക്കെ. കാരണം ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ലേ വടക്കുന്ന കണ്ടെയ്നർ ഒഴുകി വരുന്നുണ്ട്. നമ്മളെ ഇപ്പം തന്നെ നമ്മുടെ ഭാഗത്ത് തന്നെ 3 കണ്ടെയ്നർ ഇപ്പോൾ കിടപ്പുണ്ടല്ലോ, 3 ഭാഗങ്ങളിലായിട്ട് നമ്മുടെ വാർഡിൽ തന്നെ. തീർച്ചയായും ഈ ഭാഗത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ അടിഞ്ഞിട്ടുള്ളത്. നമ്മളോടിപ്പോൾ സംസാരിച്ചത് ഇവിടെയുള്ള വാർഡ് മെമ്പറാണ്. എന്തായാലും ജനങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നുള്ള കാര്യം തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം പങ്കുവച്ചത്. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ വിദഗ്ധരും ഇവിടേക്ക് എത്തിയിരുന്നു. അവരൊക്കെ തന്നെ പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തിയതിൽ നിന്ന് ഈ കണ്ടെയ്നറുകളൊക്കെ പൊട്ടിയ നിലയിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ഇതിൽ കൂടുതൽ പരിശോധന നടത്തി കസ്റ്റംസ് സംഘം എത്തിക്കഴിഞ്ഞാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് കടക്കാനാവൂ. കാരണം ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ എടുത്തു മാറ്റുവാനോ ഉള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരല്ല, അത് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ തന്നെ ഇവിടേക്ക് എത്തണമെന്നുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഓരോ ഭാഗത്തേക്കും എത്തിയ ശേഷം ഈ കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് മാറ്റുന്നതിനെ കുറിച്ചുള്ള മറ്റ് നടപടിക്രമങ്ങളുണ്ടാകും. എന്തായാലും ഈ ഒരു ആശങ്ക നിലനിന്നിരുന്നു എല്ലാ ഭാഗത്തും. ഈ തീരത്തേക്ക് ഈ കണ്ടെയ്നറുകൾ അടിയുമ്പോൾ അടുത്തേക്ക് പോകരുത്, അതോടൊപ്പം തന്നെ അതിൽ അപകടകരമായ വസ്തുവാണ് എന്നുള്ള കാര്യം നിർദ്ദേശം കൃത്യമായും ജനങ്ങൾക്ക് നൽകിയിരുന്നു. മത്സ്യത്തൊഴിലാളികളടക്കം അത് പാലിച്ചു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസമൊന്നും തന്നെ മത്സ്യബന്ധനത്തിനോ അല്ലെങ്കിൽ ഒരു തരത്തിലും കടലിലേക്ക് ആളുകൾ പോയിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വലിയ യാനങ്ങൾ എന്തെങ്കിലും ഈ കടലിനുള്ളിലുണ്ടെങ്കിൽ അവരെ തിരിച്ചെത്തിക്കാനുള്ള മറ്റ് നടപടിക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നിരീക്ഷണം കൃത്യമായിട്ടും എല്ലാ മേഖലയിലും നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കൂടുതൽ പോലീസിനെയൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങളൊക്കെ ജനവാസ മേഖല കൂടിയാണ്, വീടുകളുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ കൃത്യമായി നിയന്ത്രിക്കേണ്ടതുണ്ട്. കണ്ടെയ്നറുകൾ പരിശോധിക്കണം. മനോജ്, ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കാരണം രാവിലെ മുതൽ മനോജ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സമയം തുടങ്ങി ഇങ്ങോട്ട് ഈ ഉദ്യോഗസ്ഥരെയോ പോലീസിനെയോ ഒന്നും ആ ഭാഗത്ത് കണ്ടിരുന്നില്ല. ഇത്രയും മാരകമായ രാസവസ്തുക്കൾ ഉണ്ടായേക്കാമെന്ന നിഗമനത്തിലെത്തുന്ന കണ്ടെയ്നറുകളിൽ തുടരുത് എന്ന് ആദ്യ ദിവസം തന്നെ നിർദ്ദേശമുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളോടനുബന്ധിച്ച് തീരങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ കൃത്യമായ നിർദ്ദേശം മാത്രം പോരാ, നിരീക്ഷണം കൂടി ഉണ്ടാകേണ്ടതാണ്. ആ ഭാഗത്തു നിന്നുള്ള കുടുംബങ്ങളെ ഒഴിപ്പിക്കേണ്ടതാണ്. ഇന്നലെ ചിലരെ ഒഴിപ്പിച്ചു എന്ന് കേൾക്കുന്നു. എന്താണ് അതിൽ മുന്നോട്ട് പോയിട്ടുള്ളത്? ഇപ്പോൾ ഈ ഭാഗത്ത് നാട്ടുകാരടക്കം ഈ കടൽഭിത്തിയുടെ മുകളിൽ കയറി നിൽക്കുന്നത് കാണുന്നുണ്ട്. ആ ഭാഗത്തെന്നും ഉദ്യോഗസ്ഥരെ, ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നമ്മൾ കണ്ടിട്ടുമില്ല. ഇപ്പോൾ മാത്രമാണ് പോലീസുകാരെ കാണുന്നതും. തീർച്ചയായും ഈ വിവരം ലഭിച്ചപ്പോൾ തന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഇവിടെ നാട്ടുകാരാണ് നിന്നത്. അപ്പോൾ അതിനു മുമ്പ് അതായത് ഈ ഭാഗത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ഇങ്ങോട്ട് എത്തിയിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. പിന്നീട് അതിൻ്റേതായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. അവരൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് എന്നാണ് അറിയിച്ചിരുന്നത്. എന്നിരുന്നാലും ഒട്ടനവധി തീരങ്ങളിൽ, അതായത് ഈ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നീണ്ടകര, അതോടൊപ്പം കരുനാഗപ്പള്ളി അടക്കം ഉള്ള തീരങ്ങളിലേക്ക് കണ്ടെയ്നറുകൾ അടിഞ്ഞതുകൊണ്ട് കൂടുതലും ഉദ്യോഗസ്ഥർ ഓരോ ഭാഗത്തേക്കായി പോകുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്കിപ്പോൾ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥ നമ്മളോട് രാവിലെ സംസാരിച്ചിരുന്നു. എന്തായാലും ഇതിൽ കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇനിയും ഉണ്ടാകും. ആദ്യം പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഇത് കാലിയാണെന്നാണ് അറിയാൻ സാധിച്ചതെന്നാണ്. എന്തായാലും ഈ 3 കണ്ടെയ്നറുകളുള്ള ഒരു സെറ്റാണ് ഇപ്പോൾ ഈ തീരത്തേക്ക് അടിഞ്ഞിരിക്കുന്നത്. ഇനി കൂടുതൽ കണ്ടെയ്നറുകൾ ഓരോ ഭാഗത്തേക്കും അടിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൽ ഏതെങ്കിലും ഇതുപോലെ ശൂന്യമല്ലാത്ത രീതിയിലുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ കടൽ ഭിത്തിയോട് ചേർന്ന് ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ അടിഞ്ഞു കൂടുന്നു എന്നുള്ളത് തന്നെയാണ്. 2 അവിടെ നിന്ന് വരുന്നുണ്ട്. എവിടെ നിന്നായിരുന്നു? ആ ഭാഗത്തുനിന്നുകൊണ്ട് 2 ഭാഗത്തുനിന്നായിട്ട് 2 പുതിയതായിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട്.
തീർച്ചയായും 2 കണ്ടെയ്നറുകൾ കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്ക് അതായത് ഈ കടൽഭിത്തിക്ക് മുകളിൽ കയറി നിന്നാൽ മാത്രമേ അത് കൂടുതലായി നമുക്കത് വീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഭാഗത്തേക്കാണ് കണ്ടെയ്നറുകൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ആദ്യം ഈ 3 കണ്ടെയ്നറുകളുള്ള ഒരു സെറ്റ് ഇങ്ങോട്ടേക്ക് എത്തി. അതിനുശേഷം ഓരോ ഭാഗത്തു നിന്നും ഇങ്ങോട്ടേക്ക് കണ്ടെയ്നറുകൾ വരികയാണെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമ്മളോട് ഇവിടെയുള്ള നാട്ടുകാരടക്കം പങ്കുവയ്ക്കുന്നത്. കാരണം അവർക്ക് കൃത്യമായും ഈ കാറ്റിൻ്റെ ദിശയും അതോടൊപ്പം തന്നെ ഈ കടലിൻ്റെ തിരയടക്കം എങ്ങോട്ടേക്കാണ്, ഏത് ഭാഗത്തേക്കാണ് ഈ കണ്ടെയ്നറുകൾ വരാൻ സാധ്യത എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ നമുക്ക് അല്പസമയത്തിനകം തന്നെ ഈ കണ്ടെയ്നറുകൾ ഇങ്ങോട്ടേക്ക് ഈ ഭാഗത്തേക്ക് എത്തുകയാണെങ്കിൽ അത് കാണാൻ സാധിക്കും. എന്തായാലും നാട്ടുകാർക്കൊക്കെ കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ജനപ്രതിനിധികളടക്കം പറയുന്നത്. അതോടൊപ്പം ഉദ്യോഗസ്ഥരും ഈ ഭാഗത്തേക്ക് രാവിലെ അതായത് പോലീസ് ഉദ്യോഗസ്ഥരെത്തി, പിന്നീട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥരെത്തി എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ നമ്മളോട് വിവരം പങ്കുവച്ചിരുന്നു. ഇനിയും കൂടുതൽ സുരക്ഷ ശക്തമാക്കേണ്ടതുണ്ട്. കാരണം ഈ കുട്ടികളടക്കമുള്ളവർ ഈ കടൽഭിത്തിക്ക് മുകളിലേക്ക് കയറി നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം കണ്ടെയ്നറുകൾ വരുന്ന സാഹചര്യത്തിൽ ഏത് തരത്തിലുള്ളതാണ് എന്ന് നമുക്ക് കാഴ്ചയിൽ മനസ്സിലാക്കാൻ പറ്റില്ല. കൃത്യമായിട്ടുള്ള പരിശോധനയിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എല്ലാവരോടും ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശമുണ്ട്. എന്തായിരുന്നു മാഡം? ഇപ്പോൾ നീണ്ടകര ഹാർബറിലോട്ട് ഇത് അടുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. ഈ കൂടുതലും ഈ കുട്ടികളടക്കമുള്ളവർ ഈ കടൽഭിത്തിക്ക് മുകളിലേക്ക് കയറി നിൽക്കുമ്പോൾ അത് അപകടമാണ്. പോലീസുകാർ ഇതാണ്ട് ഈ കുട്ടികളെല്ലാം ഇതോടെ ഇറക്കുമോ? കുട്ടി അതിനകത്ത് കാണാൻ ആരും കയറരുത്, എല്ലാവരും തറോട്ട് ഇറങ്ങ്. അപ്പം ഇപ്പം അങ്ങനെ ഒരു കയറുന്നുണ്ട്. അപ്പം നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ഇതിലിപ്പോൾ പ്രാഥമികമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്നാണോ? കാലിൽ നിന്നാണ് നമുക്ക് നേരത്തെ കിട്ടിയൊരു റിപ്പോർട്ടും അങ്ങനെയാണ്. ഇതിനകത്ത് മറ്റെന്തെങ്കിലും അപകടകരമായ വസ്തുക്കളുണ്ടോ എന്നുള്ളത് കൂടുതൽ പരിശോധന ഉണ്ടെങ്കിലേ നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. കൂടുതൽ പരിശോധന നമുക്ക് തുറന്ന് ഉള്ളിലേക്ക് നടത്തിയാലേ പറ്റുള്ളൂ. തിര നിൽക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെ സാധ്യമല്ല. നമുക്ക് ഈ കടൽ ഇത്രയും പ്രക്ഷുബ്ധമായ സാഹചര്യത്തിൽ നമ്മുടെ ബോട്ട് ഇറക്കാനോ ഒന്നും തന്നെ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അതാണ് അതിനകത്തുള്ള ഒരു വിഷമം. ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എത്തേണ്ട ഒരു കാര്യം കൂടെ നമ്മളിപ്പം വിചാരിക്കുന്ന നമ്മുടെ ശക്തികുളങ്ങരയിൽ ഇപ്പോൾ ഇങ്ങനെ കയറിയത് നമുക്ക് എന്തെങ്കിലും മടം കൊണ്ടോ മറ്റോ കെട്ടി നിർത്താൻ പറ്റുമോ എന്നുള്ള ഒരു ശ്രമമാണ് നോക്കുന്നത്. കാരണം ഹാർബറിനുള്ളിൽ കയറിയ ബോട്ടുകൾ അവിടെ ആങ്കർ ചെയ്തിട്ടുണ്ടല്ലോ, അതിനെന്തെങ്കിലും കേടുപാടുകൾ പറ്റുമോ എന്നുള്ള സംശയമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് ഇപ്പോൾ ഈ തീരങ്ങളിലൊക്കെ മുഴുവനായി എത്ര കണ്ടെയ്നറുകൾ തീരത്തേക്ക് അടിഞ്ഞു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കണക്ക്? അതെന്ന് പറയുന്നത് ഇപ്പോൾ ചെറിയഴിക്കലുണ്ട്. നമ്മുടെ ഈ പരിമണം ഭാഗത്ത് ഈ ശിവ ഹോട്ടലിൻ്റെ പുറകുവശത്ത് തന്നെ ഇപ്പോൾ ഒരു 4 കണ്ടെയ്നർ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഇപ്പം നീണ്ടകരയിലും വന്നിട്ടുണ്ടെന്നാണ് നമുക്ക് കിട്ടിയൊരു വിവരം. എന്തായാലും അതിനുശേഷം തീർച്ചയായും ഈ നീണ്ടകര, ഈ ചെറിയഴിക്കൽ, അതോടൊപ്പം തന്നെ ഈ ഭാഗത്തൊക്കെ തന്നെ കണ്ടെയ്നറുകൾ അടിയുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ നേരത്തെ ഉദ്യോഗസ്ഥ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 കണ്ടെയ്നറുകൾ എത്തുന്ന ഒരു സ്ഥലത്താണ്. ഇവിടെയാണ് പക്ഷേ നാട്ടുകാരൊക്കെ തന്നെ ആ കടൽഭിത്തിയിൽ നിൽക്കുന്നതിൽ ഈ ഉദ്യോഗസ്ഥരടക്കം കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അവിടെ അങ്ങനെ കൂടുതൽ നേരം നിൽക്കരുത് എന്നുള്ള കാര്യം. കാരണം ഏത് തരത്തിലുള്ള വസ്തുക്കളാണ് കണ്ടെയ്നറിനുള്ളിൽ ഉണ്ടായിരുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള വിവരമൊക്കെ അതൊക്കെ പരിശോധിച്ചാൽ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും കൂടുതൽ കണ്ടെയ്നറുകൾ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ശക്തികുളങ്ങര ഭാഗത്തേക്ക് എത്തിയിട്ടുള്ള കണ്ടെയ്നറുകൾ അത് ഈ വടം വെച്ച് കെട്ടി നിർത്തുവാനുള്ള ഒരു ശ്രമമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കണ്ടെയ്നറുകളൊക്കെ തന്നെ കടലിൽ ഒഴുകി നടക്കുകയാണ്. ഏതൊക്കെ ഭാഗത്തേക്കാണ് പോകുന്നത് എന്നതിനെപ്പറ്റി നിരീക്ഷിച്ച് വന്നിരുന്നു. ഹെലികോപ്റ്ററിലടക്കം ഈ കണ്ടെയ്നറുകളുടെ വീക്ഷിക്കുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെയാണ് ഈ മേഖലയിലേക്കൊക്കെ ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ തുടങ്ങിയത്. ആദ്യം ഈ ചെറിയഴിക്കൽ എത്തുമ്പോഴാണ് അവിടെ നിന്നും നമുക്ക് വിവരം ലഭിക്കുന്നത്. തുടങ്ങി അവിടേക്ക് ഉദ്യോഗസ്ഥർ പോകുന്നു, കൃത്യമായുള്ള പരിശോധനകൾ നടത്തുന്നു, മറ്റ് നടപടിക്രമങ്ങൾ, അതായത് കുടുംബങ്ങളടക്കം അവിടെ നിന്നും മാറ്റേണ്ട ഒരു സാഹചര്യത്തിലേക്ക്, അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി 5 കുടുംബങ്ങളെ രാത്രി തന്നെ അവിടെ നിന്നും മാറ്റുന്നു. രാവിലെയോടുകൂടി കൂടുതൽ പരിശോധന ശക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളിലേക്ക് അടക്കം എത്തുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഈ നീണ്ടകര ഭാഗത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ അടക്കം ബന്ധപ്പെട്ടപ്പോൾ അവരും ഈ കാര്യം തന്നെയാണ് വ്യക്തമാക്കിയത്. നീണ്ടകര ഭാഗത്തേക്ക് എത്തുമെന്നുള്ള കാര്യം. അതനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എത്തിയ സമയത്താണ് ഈ വിവരം ലഭിക്കുന്നത്. എന്തായാലും കണ്ടെയ്നറുകൾ അങ്ങനെ, അതായത് 3 കണ്ടെയ്നറുകൾ അടങ്ങിയ ഒരു സെറ്റും അതോടൊപ്പം തന്നെ ഒരു കണ്ടെയ്നർ ഈ കടലിനുള്ളിൽ ഒഴുകി നടക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാവരും വ്യക്തമാക്കുന്നത്. എന്തായാലും കുട്ടികൾ
തൊഴിലാളികളോടക്കമുള്ള നിർദ്ദേശം ഈ കടൽഭിത്തികളിലൊന്നും ഇങ്ങനെ നിൽക്കരുത് എന്നുള്ളതാണ്. ഇവിടെ നമ്മളോട് നേരത്തെ സംസാരിച്ച ഉദ്യോഗസ്ഥരടക്കം അക്കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിച്ചുകൊണ്ട് കൃത്യമായുള്ള പരിശോധനകൾക്ക് വേണ്ട സഹായകരമായിരുന്ന രീതിയിൽ വേണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ എന്നുള്ള കാര്യം. ഇപ്പോൾ പോലീസ് ഈ കടൽഭിത്തിയിൽ നിന്നും ഈ ജനങ്ങളെയൊക്കെ മാറ്റുന്ന ഒരു സാഹചര്യം ആണ്. അതായത് നേരത്തെ അടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള കണ്ടെയ്നറുകൾ വന്നു കഴിഞ്ഞാൽ അതിനടുത്തേക്ക് പോകരുത്, അതിൽ തുടരുത് എന്നുള്ള കാര്യം. ആദ്യം നമ്മൾ വന്നപ്പോൾ തന്നെ ഈ നാട്ടുകാരെല്ലാം ചേർന്ന് ഈ കടൽഭിത്തിയിലേക്ക് മുകളിലും അതോടൊപ്പം തന്നെ വശത്തൊക്കെയായി നിൽക്കുന്നത് കണ്ടിരുന്നു. കാരണം കൃത്യമായും പരിശോധന നടത്തേണ്ട ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള വിലയിരുത്തൽ ഉണ്ടാവേണ്ട സാഹചര്യത്തിൽ നാട്ടുകാരൊക്കെ ചേർന്ന് അതിനടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നമാകുമെന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എത്തി ഇവിടെ നിന്നും ജനങ്ങളെയൊക്കെ മാറ്റി നിർത്താൻ തുടങ്ങിയിട്ടുള്ളത്. രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ഈ കണ്ടെയ്നർ അടിഞ്ഞു എന്നുള്ളത് അറിഞ്ഞ് നിരവധി പേർ എത്തിയിരുന്നു എന്നുള്ളതാണ്. ഈ പ്രദേശവാസികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി. ശരിയാണ് മനോജ്, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തതകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആശങ്ക നിലനിൽക്കുന്ന സാഹചര്യമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്ര വൈകി മാത്രം ഇങ്ങനൊരു നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടായത് എന്ന് വ്യക്തമല്ല. ഏതായാലും തീരത്തുടനീളം പ്രത്യേകിച്ച് കൊല്ലം, ആലപ്പുഴ ഭാഗത്തെ തീരങ്ങളിലുടനീളം ഈ കണ്ടെയ്നർ അടിയാനുള്ള സാധ്യത തന്നെയാണ് മുൻകൂട്ടി കാണുന്നത്. അങ്ങനെയെങ്കിൽ അവിടെയൊക്കെയും ഈ നിരീക്ഷണവും നിയന്ത്രണവും ഉണ്ടാവേണ്ടതുണ്ട്. നിലവിൽ പക്ഷേ ഈ കൊല്ലത്ത് ഇപ്പോൾ കണ്ട ഇടങ്ങളിലാണ് നിരീക്ഷണം ഉള്ളത്. അവിടെയാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞിരിക്കുന്നത്. 7ഓളം കണ്ടെയ്നറുകൾ ഇപ്പോൾ തന്നെ കരയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 2 എണ്ണം കൂടി കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടെന്നാണ് അവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്.